ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മളൊരു കുഞ്ഞൊരു വീടും പിന്നെ ഒരു ഫർണിച്ചറും ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിനൊരു പാർക്ക് ഏരിയ വേണം, പിന്നെ ഒരു കുഞ്ഞൊരു താമരക്കുളം. അപ്പോൾ പാർക്ക് ഏരിയയിൽ നമുക്കുള്ളത് ഒരു കുഞ്ഞൊരു ഊഞ്ഞാലും പിന്നെ ഒരു സീസോയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും ചെയ്യുന്നുണ്ടോ നമ്മുടെ ക്രാഫ്റ്റ് ചലഞ്ച്? കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സീസോയാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പോപ്സ്റ്റിക്കും പിന്നെ ഗ്ലൂ പിന്നെ ഒരു ഫോം ഷീറ്റ്. പോപ്സ്റ്റിക്ക് ഞാൻ കളർ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ, ഫാബ്രിക് കളർ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ പോപ്സ്റ്റിക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടോ, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ വെട്ടിയെടുത്തിട്ട് യൂസ് ചെയ്യാം. ഫോം ഷീറ്റിന് പകരമായിട്ട് നമ്മുടെ കട്ടിയുള്ള കടലാസിൻ്റെ ചട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, പുസ്തകത്തിൻ്റെ ചട്ടയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്ലൂ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ടൊരു സീസോ ഉണ്ടാക്കിയെടുക്കാം. പോപ്സ്റ്റിക്കൊക്കെ ഇപ്പോൾ അടുത്ത് നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഒരു കെട്ടായിട്ട് 5 രൂപ 10 രൂപയൊക്കെ ആയിട്ട് കെട്ടിന് അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടിരുന്നു അടുത്ത കടയിൽ പോയപ്പോൾ. അങ്ങനെ നമ്മുടെ സീസോ റെഡിയായി. ഇനി നമുക്കൊരു കുഞ്ഞൊരു ഊഞ്ഞാൽ ഉണ്ടാക്കണം. ഊഞ്ഞാലിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും പോപ്സ്റ്റിക്കാണ്. പിന്നെ ഒരു കളർ ചെയ്തിരിക്കുന്ന പോപ്സ്റ്റിക്ക് വെട്ടിയെടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണ്ടേ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ത്രെഡ്, ഞാൻ എടുത്തിരിക്കുന്നത് എംബ്രോയിഡറി ത്രെഡാണ്. ഏതെങ്കിലും മതി, നമ്മുടെ നൂലോ ചരടോ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാൻ ഒട്ടിക്കാൻ എടുത്തിരിക്കുന്നത് സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ. സൂപ്പർ ഗ്ലൂ ആയാലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിരിക്കണം ഒട്ടാനായിട്ട്. ഏത് ഗ്ലൂ ആയാലും നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഊഞ്ഞാലും റെഡിയായി. ഇനി നമുക്കൊരു കുഞ്ഞൊരു താമരക്കുളം ഉണ്ടാക്കണം. താമരക്കുളം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കളർ പേപ്പേഴ്സാണ്. 2 കളറിലുള്ളതാണ്. ബ്ലൂ കളർ പേപ്പറും പിന്നെ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ബ്രൗൺ കളർ കിട്ടാത്ത കാരണമാണ് ഞാൻ ഓറഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ടത് ഒരു കുളത്തിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തേക്കാണ്. ചെറുത് മതി, നമ്മൾ ചെറിയൊരു വീടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ വെക്കാനാണ് ചെറുതായിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചിട്ട് നമുക്കിതിൽ വെക്കാനായിട്ട് ഇലകളും പൂവും വേണ്ട. ഇലയ്ക്കായിട്ട് ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ചെറുതായി ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയിട്ട് ഇലയുടെ ഷേപ്പിൽ, താമരയുടെ ഒക്കെ ഇലയുണ്ടല്ലോ അതിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. ഇതിനായിട്ട് ഞാനിതാ ഈ കളർ പേപ്പേഴ്സ്
സ്ക്വയറിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്, പല വലുപ്പത്തിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഓരോന്നും ഓരോന്നിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ താമരപ്പൂവും റെഡിയായി. ഇനി നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 3 ക്രാഫ്റ്റും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു പാർക്കും പിന്നെ ഒരു കുഞ്ഞു താമരക്കുളം നമ്മൾ ഉണ്ടാക്കി. ഇനി നാളെ മറ്റൊരു ക്രാഫ്റ്റുമായിട്ട് ഞാൻ വരുന്നുണ്ട്, 4ാമത്തെ ദിവസം. എല്ലാവരും കാത്തിരിക്കുക. അപ്പം നാളെ 1 മണിക്ക് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി നാളെ 1 മണിക്ക് കാണാം. അതുവരെ ബായ്.